ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ചന്ദ്രൻ പറയാണ് സിദ്ധുവിനോട്, അല്ല നിങ്ങളെല്ലാവരും ചേർന്ന് തന്നെ പോലീസിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ. എന്നാൽ മേഘ മേഡം അവരെ പോലീസിൽ ഏൽപ്പിക്കേണ്ട, അവർ തന്നെ പണം മുടക്കും എന്നല്ലേ പറഞ്ഞത്. അതിനുവേണ്ടി ക്ഷമ ചോദിക്കാൻ വേണ്ടി ഞാൻ അവരുടെ അടുത്ത് വന്നത്. അതൊക്കെ കേട്ട് സിദ്ധു പറയാണ്, നീ പറയുന്നത് അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എല്ലാം സത്യമാണ് സാർ, വേറെ ഒന്നുമില്ല. എന്നെ വിട്ടേക്ക് സാർ, എന്നെ വിട്ടേക്ക്. പക്ഷേ സിദ്ധു അവിടെ നിന്ന് ആലോചിക്കുകയാണ്, ഇയാളും മേഘയും തമ്മിൽ എന്താ ബന്ധം? ഇയാളെ കുറച്ച് ഫോളോ ചെയ്ത് ഇയാളുടെ പിന്നാലെ തന്നെ നടന്നാൽ ഇയാളും മേഘയും തമ്മിൽ എന്താ ബന്ധമെന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് നോക്കി നിൽക്കുന്ന അയാളോട് സിദ്ധു പറയുകയാണ്, എന്നാ ശരി, നിങ്ങൾ പോയിക്കോ. സിദ്ധു വണ്ടിയിൽ കയറാനിരിക്കെ വീണ്ടും അയാളെ തന്നെ നോക്കുകയാണ്. പക്ഷെ അയാൾ എന്തൊക്കെയോ ആലോചിച്ചിട്ടുള്ള നൃത്തമാണ് അയാൾ നിൽക്കുന്നത്. ഒടുവിൽ സിദ്ധു മനസ്സില്ലാ മനസ്സോടെ പോയി വണ്ടിയിൽ കയറി. അതേസമയം ചന്ദ്രൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവൻ ഇതോടെ നിർത്തുവൊന്നുമില്ല, റെഗുലറായി ഇവൻ എന്നെ അന്വേഷിക്കുക തന്നെ ചെയ്യും. മേഘ മേഡം പറഞ്ഞതുപോലെ ഇനി വളരെ ശ്രദ്ധയോടെ വേണം ഇരിക്കാൻ. പിന്നെ സിദ്ധു വണ്ടി ഒരിടത്ത് നിന്ന് അവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. അതേ വഴി അപ്പോഴാണ് ചന്ദ്രിക വരുന്നത് കണ്ടത്. എന്താ ചന്ദ്രിക, ക്ഷേത്രത്തിൽ പോയിട്ട് വരുവാണോ? ആ അതെ സാർ. പ്രസാദം എടുത്തോളൂ. സിദ്ധു അപ്പം തന്നെ പ്രസാദം എടുത്ത് നെറ്റിയിൽ വെച്ചു. സാർ, കുറച്ചു നേരം മുമ്പ് കളമശ്ശേരി സ്കൂളിൽ നിന്നും ഒരു കറസ്പോണ്ട് ഫോൺ ചെയ്തിരുന്നു. ശരി, ആ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ യൂണിഫോം തുന്നണമെന്ന് പറഞ്ഞു. ആഹാ, ആ ഓർഡറിനെ പറ്റി സംസാരിക്കാൻ നേരിട്ട് വരണം എന്ന് പറഞ്ഞു. അതെയോ, അതൊരു നല്ല കാര്യമാണല്ലോ ചന്ദ്രിക്ക്. പറഞ്ഞോ, വേണമെങ്കിൽ ഞാനും കൂടി വരാം. സാർ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ് എന്താടോ വെറുതെ ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നു, അത് നമ്മുടെ ജോലിയല്ലേ ചന്ദ്രികയെ. ശരി, നീ വാ, നമുക്ക് ഇപ്പം തന്നെ പോയിട്ട് തിരിച്ചു വരാം. അങ്ങനെ ചന്ദ്രികയും സിദ്ധുവും പെട്ടെന്ന് വണ്ടിയിൽ കയറിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. പെട്ടെന്ന് സിദ്ധുവിനോട് ചന്ദ്രിക ചോദിക്കുകയാണ്, കളമശ്ശേരിയിലെത്താൻ എത്ര സമയമെടുക്കും സാർ? ഇനിയും ഒരു 2 മണിക്കൂർ എടുക്കും ചന്ദ്രികയെ. ആ കറസ്പോണ്ട് 12 മണി വരെ സ്കൂളിലുണ്ടാവും. അതിനു മുമ്പേ എത്തൂ സാർ? തീർച്ചയായും എത്തും ചന്ദ്രികയെ. പിന്നെ വണ്ടിയിലുള്ള ക്ലാസ്സിൽ കൂടി ചന്ദ്രികയെ തന്നെ നോക്കുകയാണ് സിദ്ധു. ചന്ദ്രികയെ, ഈ ഓർഡറിനെ കുറിച്ച് നീ എങ്ങനെയാണ് അറിഞ്ഞത്? പിന്നെ എൻ്റെ നാട്ടിലെ വില്ലേജ് ഓഫീസറോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടാ ഈ സ്കൂളിൽ നിന്നും എന്നെ വിളിച്ചത്. ഓ അങ്ങനെയാണോ? എങ്ങനെയെങ്കിലും ഈ ഓർഡറൊക്കെ വാങ്ങി അതിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് അച്ഛൻ്റെ പേരിലുള്ള കടങ്ങളൊക്കെ തീർക്കണം. അതാ എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. ആ മേഘ അച്ഛനെ എങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെടുത്തുന്നത് എന്നറിയോ? അദ്ദേഹം കമ്പനിക്ക് വാങ്ങിയ കടം അദ്ദേഹം തന്നെ തീർക്കണം എന്നാണ് മേഘ മേഡം പറഞ്ഞിരിക്കുന്നത്. അവൾക്ക് ഒരല്പം പോലും മനസ്സാക്ഷിയില്ല സാർ. ഉറപ്പായും ഭഗവാൻ അതിനുള്ള ശിക്ഷ അവൾക്ക് കൊടുക്കും. ചന്ദ്രികയെ, ഇതെല്ലാം ഞാൻ ആദ്യം മുതലേ ആൻറ്റിയോടും അമ്മയോടും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അവർ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു. ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല, അതിൻ്റെ ഫലമായത്. ശരി ചന്ദ്രികയെ, അത് വിട്. അവളെക്കുറിച്ച് പറയുന്നതിനാൽ അത് പറയാതിരിക്കുന്നതാ. അല്ല സാർ, സാർ എപ്പോഴാ ഫോറിനിലൊക്കെ പോയി പഠിച്ചത്? ചന്ദ്രികയെ, ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ +2 വരെ ഇവിടെ തന്നെയാണ് പഠിച്ചത്. അതിനുശേഷം എൻജിനീയറിങ്ങിന് വേണ്ടി ഞാൻ പുറത്തേക്ക് പോയി. ഫോറിനിൽ പഠിച്ചു എന്നൊക്കെ പറയുന്നു. അവിടെയുള്ള പെൺകുട്ടികളെ ഒന്നും സാറിന് ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, ആരെങ്കിലും സ്നേഹിച്ച് ലവ് ഫെയിലർ ആയതാണോ? സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ്, ചന്ദ്രികയെ, അങ്ങനെ ആരോടും എനിക്ക് പ്രേമമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഫുള്ളായിട്ട് സ്റ്റഡീസിൽ മാത്രം ഫോക്കസ് ചെയ്യായിരുന്നു. പ്രേമം എന്നത് ഒരു അത്ഭുതകരമായ വികാരമാണ്. അതങ്ങനെ എല്ലാവരോടും ഒന്നും ഉണ്ടാവില്ല ചന്ദ്രികയെ. അത് ചില ആളുകളെ കാണുമ്പോൾ അവരോട് മാത്രമേ നമുക്കുണ്ടാവൂ. അങ്ങനെ എനിക്കുണ്ടായ ആദ്യത്തെ ഫീലിംഗ് നിന്നോടാ. അതിനുശേഷം ഞാൻ നിന്നെ പ്രേമിക്കാൻ തുടങ്ങിയത്. പിന്നെ സിദ്ധു കുറേ ആക്ഷനായിട്ടും കുറേ സൈലൻ്റായിട്ടും ഒക്കെ ചന്ദ്രികയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ചന്ദ്രിക അതൊക്കെ കേട്ട് ഒരു പുളകം കൊള്ളുകയാണ്. അങ്ങനെ സിദ്ധുവിൻ്റെ സംസാരം കേട്ട് ചന്ദ്രികയ്ക്ക് ഉറക്കം വരികയാണ്. ഒടുവിൽ ചന്ദ്രിക അറിയാതെ തന്നെ ചന്ദ്രികയോട് മയങ്ങിപ്പോയി. സിദ്ധു വീണ്ടും സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒടുവിൽ സിദ്ധു തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ചന്ദ്രിക നല്ല ഉറക്കിലാണ്. ഏയ് ചന്ദ്രിക ഉറങ്ങി, ഞാനൊന്നും അറിയാതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. സിദ്ധു സ്വയം ചിരിക്കുകയാണ്. പിന്നെ സിദ്ധു ബോറടിച്ച് സെറ്റ് ഓണാക്കിയിട്ട് മ്യൂസിക്കും പാട്ടൊക്കെ കേൾക്കുകയാണ്. പിന്നെ സിദ്ധു കരിക്കൊക്കെയുള്ള ഒരു കടയ്ക്ക് മുന്നിൽ വണ്ടി നിർത്തി ഇറങ്ങിയിട്ട് കരിക്ക് കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വാങ്ങിച്ചിട്ട് ചന്ദ്രികയും കൂടി വിളിക്കുകയാണ്. ചന്ദ്രികയെ, വരൂ, നമുക്ക് കരിക്ക് കുടിക്കാം. ചന്ദ്രിക പെട്ടെന്ന് ഉറക്കിൽ നിന്നും ഞെട്ടി എണീറ്റ് ചോദിക്കുകയാണ്, കളമശ്ശേരി എത്തിയോ സാർ?
ഇല്ല ഇല്ല, ഇനി 1 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. ഞാൻ കരിക്ക് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കുടിക്കാം വാ. കരിക്ക് കുടിക്കുന്നതിൻ്റെ ഇടയിൽ സിദ്ധു ചന്ദ്രികയോട് ചോദിക്കുകയാണ്, ആ ചന്ദ്രികെ, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നീ അങ്ങ് ഉറങ്ങിപ്പോയല്ലോ. അതറിയാതെ ഞാൻ എത്ര നേരം സംസാരിച്ചെന്നറിയോ? സോറി സാർ, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാ സാർ. എന്താടോ, എന്തിനാ ഇങ്ങനെ സോറിയൊക്കെ പറയുന്നത്? ഒരു കണക്കിന് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നല്ലോ. എന്താ ഹെൽപ്പാ സാർ ചെയ്തേ? അത് കൊള്ളാം, ഞാൻ നിന്നെ സംസാരിച്ച് ഉറക്കിയില്ലേ? അപ്പോൾ ഞാൻ സംസാരിച്ചത് താരാട്ട് പോലെ ആയിരിക്കുമല്ലോ. അതെ അതെ, ഇനി ഉറക്കം വന്നില്ലെങ്കിൽ ഞാൻ സാറിനെ വിളിക്കാം. ചന്ദ്രികയുടെ സംസാരം കേട്ട് സിദ്ധു ധരിച്ചു നിൽക്കുകയാണ്. അപ്പം വീണ്ടും ചന്ദ്രിക പറയാണ്, സാറ് വന്ന് ഒരല്പം നേരം സംസാരിച്ചിരുന്നാൽ ഞാൻ ഉറങ്ങിക്കോളും. കണ്ടില്ലേ, എന്നിട്ട് നീ എന്നെ കളിയാക്കുകയാണല്ലേ. കരിക്ക് കുടിച്ചു കൊടുത്തതിന് ശേഷം ചോദിക്കുകയാണ്, എത്രയായി ചേട്ടാ? 100 രൂപ. ആ ചേട്ടാ, താങ്ക്സ്. ആ ശരി, വാ ചന്ദ്രിക വാ, നമുക്ക് പോകാം, കയറ്. പിന്നെ കാണിക്കുന്നത് പ്രിയ സൈക്കിൾ ഓടിച്ച് കളിക്കുകയാണ്. അവിടെ മലർ ഓടി വന്നിട്ട് പറയാണ്, പ്രിയ നീ സൈക്കിൾ ഓടിക്കുകയാണോ? അതേ മലർ, എനിക്കും ഒരു റൗണ്ട് ഓടിക്കണം, തരുമോ? ആ ഇതാ, നീ ഓടിച്ചോ. പിന്നെ മലർ സൈക്കിളിൽ കയറി ഇരുന്നിട്ട് മലർ ഓടിക്കുകയാണ്. പ്രിയ ഇതാ, ഇനി നീ ഓടിക്ക്. പ്രിയ ഓടിക്കുന്നതിൻ്റെ ഇടയിൽ വീണു. അപ്പോൾ മലർ ഓടി വന്നിട്ട് പറയാണ്, അയ്യോ പ്രിയ, പ്രിയ എഴുന്നേൽക്ക് പ്രിയ, പതിയെ. പ്രിയ, എന്തെങ്കിലും പറ്റിയോ നിനക്ക്? നോക്കട്ടെ. വല്ല മുറിവും പറ്റിയോ? ഇല്ല, മുറിവൊന്നും പറ്റിയില്ല. ഈ സൈക്കിൾ എനിക്ക് സിദ്ധു വാങ്ങി തന്ന. ഇതുപോലൊരെണ്ണം നിന്റെ അച്ഛനോട് നീ വാങ്ങിത്തരാൻ പറ. എൻ്റെ അച്ഛനോട് ഒന്നും ചോദിക്കണ്ട എന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. അതെന്താ? അറിയില്ല. അതിന് നിനക്ക് എന്ത് വേണമെങ്കിലും നീ എന്നോട് ചോദിക്ക്, ഞാൻ സിദ്ധുവിനോട് പറഞ്ഞ് വാങ്ങിത്തരാം. അപ്പോൾ മലർ ചോദിക്കുകയാണ്, നിന്റെ അച്ഛനെ നീ പേരാണോ വിളിക്കുന്നത്? നീ എന്താ അങ്ങനെ ചോദിച്ചേ? അത് എന്താ നീ അങ്ങനെ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോൾ പ്രിയ പറയാണ്, അത് അന്നൊരു ദിവസം നീ പറഞ്ഞില്ലേ എൻ്റെ അച്ഛനാണ് സിദ്ധു എന്ന്. എന്നിട്ട് അച്ഛ എന്ന് വിളിക്കാതെ സിദ്ധു എന്ന് പേര് പറഞ്ഞല്ലേ വിളിക്കുന്നത്. അതുകൊണ്ടാ ചോദിച്ചേ. ഇതൊക്കെ ജാനകി കേൾക്കുന്നുണ്ട്. അത് ഞാൻ സിദ്ധു എന്നാ വിളിച്ച് ശീലിച്ചത്. അതാ ഞാൻ അങ്ങനെ വിളിക്കുന്നത്. ഇനി തൊട്ട് ഞാൻ അച്ഛാന്നാ വിളിക്കാൻ പോകുന്നത്. ഇത് കേട്ടതും ജാനകിക്ക് എന്തെന്നില്ലാതെ ദേഷ്യം വന്നു. അപ്പം തന്നെ ജാനകി വിളിക്കുകയാണ്, ഏയ് മലർ, ഇവിടെ വന്നേ. പ്രിയയോട് എന്താ നീ പറഞ്ഞേ? സിദ്ധു ആരാണെന്നാ നീ പറഞ്ഞേന്ന്. സിദ്ധു എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ ജാനകി കൈ ഉയർത്തിയിട്ട് പറയാണ്, ഒരൊറ്റൊരെണ്ണം തന്നാലുണ്ടല്ലോ, ഇനി മേലിൽ സിദ്ധു അച്ഛനാണെന്നെങ്ങാനും പറഞ്ഞാൽ, സിദ്ധു നിൻ്റെ അച്ഛനൊന്നല്ല, മഹേഷാണ് നിൻ്റെ അച്ഛൻ. മഹേഷ് എൻ്റെ അച്ഛനല്ല, സിദ്ധു എൻ്റെ അച്ഛൻ. മലർ ഒരു മടിയും കൂടാതെ ജാനകിയോട് പറയാണ്, ഞാനിനി സിദ്ധുവിനെ അച്ഛാന്നേ വിളിക്കൂ. അപ്പോഴേക്കും ജാനകിയുടെ അടി മലറിൻ്റെ കവിളത്ത് വീണു കഴിഞ്ഞു. എന്താ, സിദ്ധുവിനെ അച്ഛാന്നേ വിളിക്കുന്നോ? പത്തോലി പോലെ ഇരുന്നിട്ട് നിന്റെ അമ്മയെപ്പോലെ നീയും അഹങ്കാരം കാണിക്കുന്നോ? ഇനി ഒരിക്കൽ കൂടെ നിന്നെ പ്രിയയുടെ കൂടെ കണ്ടാൽ ശരിയാക്കി കളയും നിന്നെ ഞാൻ. പോകാൻ. ജാനകി ദേഷ്യത്തോടെ പറയാണ്, പോകാനല്ലേ പറഞ്ഞത്? മലർ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി. എന്നിട്ട് പ്രിയയോട് പറയാണ്, ഏയ് പ്രിയ, ഇനി നീ മലറിൻ്റെ കൂടെ കളിക്കാനേ പോകരുത്, അകത്ത് പോ. അതേസമയം സിദ്ധുവും ചന്ദ്രികയും വണ്ടിയിൽ പോവുകയാണ്. അപ്പോൾ സിദ്ധുവിനോട് ചന്ദ്രിക പറയാണ്, സാർ, ഞാനൊരു കാര്യം ചോദിച്ചാൽ ഒന്നും തോന്നില്ലല്ലോ? പറയൂ ചന്ദ്രികയെ, പറയൂ. അച്ഛൻ എനിക്ക് കാർ ഓടിക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സാറിങ്ങനെ കാർ ഓടിക്കുന്നത് കാണുമ്പോൾ എനിക്കും ഒന്ന് ഓടിക്കണം എന്ന് തോന്നുന്നു. സാർ എനിക്ക് ഓടിക്കാൻ കാർ തരുമോ? എന്തിനാ ചന്ദ്രിക ഇങ്ങനെ ചോദിക്കുന്നത്? നിനക്ക് ഓടിക്കാൻ അറിയാലോ, അപ്പോൾ വന്ന് ഓടിക്കേ. നീ വന്ന് ഓടിക്കേ. സിദ്ധു ഒരു സ്ഥലത്ത് വണ്ടി സൈഡായി നിർത്തിയിട്ട് പറയാണ്, വാ വന്ന് ഓടിക്കേ, ഇറങ്ങ്. സിദ്ധു പിന്നെ പെട്ടെന്ന് വണ്ടിയിൽ നിന്നും ഇറങ്ങി ചന്ദ്രികയ്ക്ക് ഓടിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. ചന്ദ്രിക എത്രയും പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറിയിരുന്നു. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് അതിനുശേഷം വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഓടിച്ചോളൂ, സിദ്ധു പറയാണ്. ചന്ദ്രിക ഒരു ആവേശത്തോടെ വണ്ടി ഓടിക്കുകയാണ്. എന്നിട്ട് സിദ്ധുവിനോട് ചോദിക്കുകയാണ്, സാർ, ഞാൻ നന്നായിട്ട് കാർ ഓടിക്കുന്നുണ്ടോ? പിന്നെ നീ സൂപ്പറായിട്ട് ഓടിക്കുന്നുണ്ടല്ലോ. ഇതെന്തൊരു ചോദ്യ? അല്ല, ഈ സ്പീഡിൽ പോയാൽ എന്തായാലും 12 മണിക്ക് കറസ്പോണ്ടിനെ കാണാൻ കഴിയില്ല. നമ്മൾ കളമശ്ശേരി എത്തുമ്പോഴേക്കും തന്നെ രാത്രിയാവും. കുറച്ച് സ്ലോ ആയിട്ടാണ് താൻ ഓടിക്കുന്നത്. ആഹാ, എന്നാൽ പിന്നെ നോക്കാം കേട്ടോ. ചന്ദ്രിക പിന്നെ സ്പീഡ് എടുത്ത് ഓടിക്കാൻ തുടങ്ങി. ചന്ദ്രികയെ, നീ നല്ല ഭംഗിയായിട്ടാണല്ലോ ഓടിക്കുന്നത്. ചന്ദ്രികയെ നോക്കി ശ്രദ്ധിച്ച്. അപ്പോഴേക്കും ഒരു സ്കൂട്ടർ വന്ന് കുറുകെ വീണു. സ്കൂട്ടറിൽ നിന്ന് അയാൾ പറയാണ്, ഏയ് എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? കണ്ണ് കാണുന്നില്ലേ? ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? നോക്കിപ്പോ. സോറി സാർ. എന്ത് പറയാനാ? അയ്യോ, ഒന്ന് മിസ്സായിരുന്നെങ്കിൽ ഇടിച്ചേനെ അല്ലേ സാർ? അതേ ചന്ദ്രികയെ. അപ്പം ചന്ദ്രിക പറയാണ്, 1 മിനിറ്റ് എൻ്റെ ഹൃദയം തന്നെ നിന്നുപോയി. ചന്ദ്രികയെ, നീ സ്പീഡിൽ ഓടിക്കുന്നതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. പല ആൾക്കാരും പല രീതിയിൽ ഓടിക്കുന്നതാണ്, അതുകൊണ്ട് നിന്നെ ശ്രദ്ധിച്ചെന്ന് വരില്ല. അതെ സാർ.
ഇതുപോലുള്ള സ്ഥലത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് കൂടി വേണം. ഞാൻ തന്നെ ഓടിക്കാം, സാറ് തന്നെ ഓടിക്കുമോ? ശരി ചന്ദ്രികെ, ഞാൻ തന്നെ ഇറങ്ങി ഓടിക്കാം. അങ്ങനെ സിദ്ധു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ്, സാർ വണ്ടിക്ക് എന്താ ഒരു ഒച്ച പോലെ? അറിയില്ല, ഗിയർ നല്ലതുപോലെ വൈബ്രേറ്റ് ആകുന്നുണ്ടെന്ന് തോന്നുന്നു. ചന്ദ്രികയെ കാറൊന്ന് നിർത്തി നോക്കട്ടെ, വല്ലാതെ വൈബ്രേറ്റ് ആകുന്നു. സിദ്ധു അങ്ങനെ വണ്ടി സ്ലോ ആക്കി സൈഡാക്കി നിർത്തി. ചന്ദ്രികയെ, നീ ഇവിടെ തന്നെ ഇരിക്കുക. പിന്നെ സിദ്ധു വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് കാറ് അപ്പുറം ഇപ്പുറമൊക്കെ നോക്കുകയാണ്. സിദ്ധു അത് കണ്ട് ഛേ എന്ന് പറയാണ്. വണ്ടിയുടെ അതായത് കാറിൻ്റെ ടയർ പഞ്ചറായിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയും വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ്. ചന്ദ്രിക വന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് പറ്റി സാർ? അത് വണ്ടി പഞ്ചറായെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ എന്താ സാർ ചെയ്യുക? വേറെന്ത് ചെയ്യാനാ? സ്റ്റെപ്പിന് മാറ്റിയിടണം. എങ്കിൽ നമുക്ക് കുറച്ച് നേരം കൊണ്ട് അത് ചെയ്യാം. അങ്ങനെ സ്റ്റെപ്പിന് മാറ്റിയിടുന്നത് വരെ ചന്ദ്രിക അവിടെ തന്നെ നിൽക്കുകയാണ്. എന്താ സാർ ചെയ്യുന്നേ? എവിടെയും കാണുന്നില്ലല്ലോ. ഇവിടെ തന്നെ വെച്ചിരുന്നതാ. കാറിൽ ജാക്കി ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ലല്ലോ. അതുണ്ടെങ്കിൽ സ്റ്റെപ്പിന് മാറ്റാൻ പറ്റൂ. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും സാർ? സാർ സമയം പോവുകയാണല്ലോ. കറസ്പോണ്ടന്റ് കാത്തു നിൽക്കണ്ടാവുമല്ലോ എന്നെ. ചന്ദ്രിക, നീ വിഷമിക്കണ്ട. നീ ഏതെങ്കിലും വണ്ടിക്ക് കൈ കാണിച്ച് നിർത്തി വാങ്ങിക്കാം. താൻ ഇവിടെ തന്നെ നിൽക്ക്. സിദ്ധു എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ 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 ഒന്ന് നിർത്തി ചേട്ടാ എന്ന് പറയണം. പക്ഷെ ആരും നിർത്താതെ പോവാണ്. ചേട്ടാ ഒരു മിനിറ്റ്, വണ്ടി നിർത്ത്. ഹലോ, നിർത്തുന്നേ ഇല്ലല്ലോ. നിർത്തി ചേട്ടാ. സഹായിക്കാനുള്ള മനസ്സ് ഒരുത്തർക്കും ഇല്ലെന്ന് തോന്നുന്നല്ലോ. ഒരു മിനിറ്റ് ചന്ദ്രികെ, എന്നിട്ട് വിളിക്കാൻ ഓരോ വണ്ടിക്കാരെയും ചേട്ടാ ചേട്ടാ ഒരു മിനിറ്റ് ചേട്ടാ ഒന്ന് വണ്ടി നിർത്ത് ചേട്ടാ, ഒന്ന് നിർത്ത്. പിന്നിൽ നിന്നും ചന്ദ്രിക വന്ന് വിളിക്കുകയാണ്. സാർ എന്ത് പറ്റി സാർ? ആരും വണ്ടി നിർത്തുന്നില്ല. നമുക്ക് സമയം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ചന്ദ്രികയെ. സാർ ഒരു കാര്യം ചെയ്യും, ഞാൻ ട്രൈ ചെയ്യാം. സാർ അങ്ങോട്ട് ചെല്ലിട്ട്. ഇങ്ങനെ ചന്ദ്രികയെ ആരും നിർത്തുന്നില്ല, പറയുന്ന കേക്ക്. ശരി, എന്നാ ട്രൈ ചെയ്യും. ചന്ദ്രികയും ഓരോ വണ്ടിക്ക് കൈകാട്ടുന്നുണ്ട്, പക്ഷെ ആരും നിർത്തുന്നില്ല. ഈശ്വര, 12 മണിക്ക് കളമശ്ശേരിയിലെത്തണം. കറസ്പോണ്ടന്റ് പോകുന്നത് വരെ എങ്ങനെയെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യണേ. പിന്നീട് ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു. ആ വണ്ടിക്ക് ചന്ദ്രിക കൈകാട്ടി. ആ വണ്ടി നിർത്തണോ വേണ്ടയോ എന്ന് സംശയിച്ച് അവിടെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് അവർ രണ്ടുപേരും ഒരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സാർ. അല്ല, ദോശമാവുണ്ടോ? ദോശമാവുണ്ട്. സിദ്ധു തന്നെ തീയാക്കി ദോശമാവെടുത്ത് ദോശ ഇട്ടു. ചന്ദ്രികയ്ക്ക് വണ്ടിയിൽ കൊണ്ടു കൊടുക്കുകയാണ്. ചന്ദ്രികയെ, ഇതാ കഴിക്കേ. അതേ, ദോശയൊക്കെ വളരെ നന്നായിരുന്നു സാർ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നയാൾ പറയാണ്, ഞാനല്ല, ദോശയൊക്കെ ഉണ്ടാക്കിയത് ഈ ചേട്ടനാ. സിദ്ധുവിനെ കാണിച്ച് പറയാണ്. ഇത് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ സാറിനെ ഞാൻ ദോശ മാസ്റ്റർ ആക്കിയേനെ. വിവാഹം കഴിഞ്ഞാലേ സാറിനെ ഞാൻ ദോശയും പൊറാട്ടയും മറ്റും പലതും ഉണ്ടാക്കിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മാറും. അത് കേട്ട് സിദ്ധുവും ചന്ദ്രികയും പരസ്പരം ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അടുത്ത പുതിയ വിശേഷമായി വരുന്നതിലേക്കും സീ യു ഓൾ.